സുഹൃത്തുക്കളെ, സഖാക്കളെ, 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് അവസാനിച്ചിരിക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്കൊരു പാഠം ഉൾക്കേണ്ടിയുണ്ട് എന്ന് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മനസ്സിലാക്കണം. ഈ രാജ്യം, ഇവിടുത്തെ മനുഷ്യരും എങ്ങോട്ടേക്കാണ് യാത്ര? 30 വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിലെ, ഈ രാജ്യത്ത്, കേരളത്തിൽ മത്സരിച്ചിരുന്നവർ തെണ്ടികളായി, കടക്കാരായി ജീവിതം അവസാനിപ്പിച്ചവരും മരിച്ചു മരിച്ചില്ല എന്ന് പറഞ്ഞ് കഴിയുന്നവരുമുണ്ട്. അതായത് ഒരു 25 വർഷത്തിന് ശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തട്ടിപ്പ് കേന്ദ്രങ്ങളുടെ പറുദീസയായി മാറി. അത്തരം മേഖലകളിൽ ജയിച്ചു വരിക എന്നുള്ളത് ഒരാവേശവും തന്ത്രവും യാതൊരു കാപട്യത്തിൻ്റെ രീതികൾ ഉപയോഗിച്ചും ശ്രമിക്കാറുണ്ട്. കാരണം ഒരാൾ 5 ലക്ഷം രൂപ മുടക്കിയാൽ 5 വർഷം കഴിയുമ്പോൾ തിരിച്ച് വലിയൊരു തുകയുമായി, 1 കോടി രൂപയുമായി തിരിച്ചു വരാം. ബുദ്ധിയുണ്ട്, അതിന് കഴിവുണ്ട്, കരുത്തുമുണ്ട്. ഇപ്പോൾ 5 കോടി രൂപയായിട്ട് തിരിച്ചു വരാം. ആ ഒരു നിലയിലാണ്. അപ്പോൾ തിരഞ്ഞെടുപ്പ് ഏറ്റവും വേദനാജനകമായ ഒരു സംഭവം. ഞാൻ ഈ രാഷ്ട്രീയ കക്ഷികളുടെ പേര് പറയുന്നില്ല. നമുക്ക് ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഒരു സ്ഥാനാർത്ഥി അയാളെ കൂടി 30 കുറഞ്ഞ, അല്ലെങ്കിൽ 50ഓളമെങ്കിലും, 50 കൂടിയതുണ്ട്. ആളുകളങ്ങനെ കൊടിയും തൂക്കി പൊക്കി നടക്കാറുണ്ട്, മുദ്രാവാക്യവും വിളിക്കാറുണ്ട്. അപ്പോൾ ഇവർ ഇതാരാണെന്ന് ചോദിച്ചാൽ അന്നായിരിക്കും നമ്മൾ കാണുന്നത്. ഇവിടെ നിന്നൊക്കെ വിളിച്ചു വരുത്തി 2000 രൂപ കൂലി, ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം സ്ഥാനാർത്ഥിയുടെ കൂടി നടക്കാൻ 2000 രൂപ. സന്ധ്യ ആവുമ്പോൾ ഒരു കുപ്പി വിദേശ മദ്യം പിടിച്ചോ. ഉച്ചയ്ക്ക്, രാവിലെ, വൈകുന്നേരമൊക്കെ ആട്ടിറച്ചി, പട്ടിയിറച്ചി തുടങ്ങി എല്ലാ ഇറച്ചികളും, സമർത്ഥമായ ഭക്ഷണവും. ഒരു രാഷ്ട്രീയ കക്ഷിയല്ല, എല്ലാ രാഷ്ട്രീയ കക്ഷികളും ആശയമോ ആദർശമോ ഇല്ലാത്ത രീതിയിൽ ഇതാണ് രാഷ്ട്രീയമെന്ന് പുത്തൻ തലമുറയെ പഠിപ്പിച്ചിരിക്കുകയാണ്. കൊച്ചു കുട്ടികൾക്ക് വരെ ബിയർ കൊടുക്കും, പോസ്റ്ററോട്ടായി. അപ്പോൾ അവനെ കുട്ടിക്കാലത്തെ മദ്യപാനശീലരാക്കി മാറ്റുന്നു. അപ്പോൾ ഇതിനെതിരായി ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയുടെ ഒരു നേതാവ് പ്രതികരിച്ചിട്ടുണ്ടോ? ഇതിനെതിരെ ഏതെങ്കിലും ഒരു സാംസ്കാരിക നായകന്മാർ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്? വളർന്നു വരുന്ന കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പ് രംഗത്ത് അശാസ്ത്രീയമായ രീതിയിൽ, അന്യായമായ രീതിയിൽ പണം ഒഴുക്കി വോട്ട് നേടുക എന്നുള്ള തന്ത്രം ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വരെ പൈസ കൈ നീട്ടുകയാണ്. എല്ലാവരും അല്ല, വിഷമിക്കരുത്, എല്ലാവരുമല്ല. അന്ധസേട്ടവന്മാരുണ്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട്. അതായത് 5000-ന് മുകളിൽ 10,000-ഒക്കെയാണ് കൊടുക്കുന്നത്. എൻ്റെ വീട് പണി പൂർത്തീകരിക്കുക കണക്കാണ്, കണ്ട് അങ്ങോട്ട് നോക്ക്. എനിക്ക് നിങ്ങൾ വോട്ടെന്നും പറഞ്ഞ് വരുമല്ലോ, ഇതിലേക്ക് പരിഹരിക്കാൻ കഴിയുന്നില്ല. ഓഹോ, അത്രയേ ഉള്ളൂ. സ്ഥാനാർത്ഥി ഉടൻ തന്നെ പ്രഖ്യാപിക്കും, നീ ജോലിക്ക് നാളെ ആളെ നിർത്തിക്കാം, 2ാം നിലയം പൂർത്തീകരിച്ച് തരും. 3 വോട്ടായിരിക്കും അവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ കാഴ്ചപ്പാട് മനസ്സിലാക്കണം. ഈ പണം സൗജന്യമായിട്ട് കൊടുക്കണമെന്ന് വിചാരിക്കരുത്. ആളുകളെ കൊള്ളയടിക്കാൻ വേണ്ടി പഞ്ചായത്തിനെ, മുനിസിപ്പാലിറ്റിയും കൊള്ളയടിച്ച് പണം അത് മുടക്കുന്നത് ഉണ്ടാക്കും. ആ രീതിയിലേക്ക് നമ്മുടെ സംസ്ഥാനം, കേരളം എത്തിയിരിക്കുകയാണ്. ഇതിനെതിരെ പറയാൻ ഒരു ഗാന്ധിജീനിയില്ല.
ഇതിനെതിരായി ചിന്തിക്കാൻ ഒരു EMS ഇവിടെയില്ല. ഇതിനെതിരായി പറയാൻ ഒരു മൊറാർജി ദേശായി ഇവിടെയില്ല. എല്ലാം ധാർമ്മിക മൂല്യങ്ങൾ അസ്തമിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ, സഹാക്കളെ. ഇത് ശരിയെന്ന് പറയുന്നവർ കാണും. ജയിച്ചു പോയാൽ പിന്നെ അവരൊക്കെ അവരെ കാര്യം, എല്ലാവരും ജയിച്ചു പോയാൽ അവരവരെ കാര്യങ്ങൾ നോക്കണവരല്ല. കാര്യങ്ങൾ നോക്കിക്കോട്ടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇത് അന്യായം എന്ന് പറയുവാനുള്ള തൻ്റെ ഇടം ഇവിടുത്തെ യാതൊരു സംഘടനയ്ക്കുണ്ട്. സ്ത്രീകളെ രക്ഷിക്കാൻ വേണ്ടി, നാട്ടിലായ അന്യായങ്ങൾ എതിർക്കാൻ വേണ്ടി സ്ത്രീ സംഘടനകളുണ്ടല്ലോ, കുടുംബശ്രീകളുണ്ടല്ലോ. ഇവരൊക്കെ ആരെങ്കിലും ഇതിനെതിരായി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ, പ്രതികരിച്ചിട്ടുണ്ടോ? ദീർഘമായി ഞാൻ പറയുന്നില്ല. ഇനി ഒരുപാട് കാര്യമുണ്ട്. വീഡിയോ അടുത്തിടുമ്പോൾ ഞാൻ കൂടുതൽ പറയാം. ഒരു പ്രധാനപ്പെട്ട കാര്യം, വോട്ട് ചെയ്യാൻ പോകുന്ന, ഇന്ന് എനിക്കറിയാവുന്ന ചില സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുപ്പിന് 30 ദിവസത്തിന് മുമ്പേ ഊണും, ഭംഗിയായ ഊണ്, ആട്ടിറച്ചിയും പന്നി ഇറച്ചി, ഉച്ച ഒരു 11 മണിക്ക് തുടങ്ങും, രാത്രി ആവോളം നീണ്ടു നിൽക്കും. ഏറ്റവും തിരഞ്ഞെടുപ്പിൻ്റെ അന്ന് തന്നെ ഇപ്പോൾ ഇല എണ്ണി നോക്കിയിരിക്കുകയാണ്, ജയിക്കുമോ നോക്കി. എണ്ണൊക്കെ ദിവസമാണ്, രാവിലെ തൊട്ട് 10 മണിയാകുമ്പോൾ എണ്ണിത്തീരും. പിന്നെ വീണ്ടും പിറ്റേ ദിവസമാണ് ഇങ്ങനെ ഇലയെണ്ണി കഴിവുടന്മാർ, കഴിവേറികൾ ഒരു നാടിനെ മുടിക്കാൻ വേണ്ടി കുറേ രൂപ, 30 ലക്ഷത്തിനും 50 ലക്ഷത്തിനും ഇടയ്ക്കാണ്. എല്ലാ ദിവസവും ഓരോ കുപ്പി മദ്യം, എല്ലാ ദിവസവും ഓരോ കുപ്പി മദ്യം, കുറേ കൊടുക്ക മുറികൾ ഉണ്ടാക്കിയിട്ട് പാർട്ടി ഇത് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് എത്രയാണ് ഒരു തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് നോക്കുമ്പോൾ 8ഉം 10ഉം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി. അവിടെ ഓഫീസ് എന്നുള്ള രാത്രി ലൈറ്റിട്ട് തന്നെ പരസ്യമായി മദ്യപിക്കുന്ന ഒരു രീതി ഉണ്ട്, ഒരു സാഹചര്യമുണ്ട്. അതിനെതിരായി പുതിയ തലമുറയും പ്രതികരിക്കുന്നില്ല, പഴയ തലമുറയും പ്രതികരിക്കുന്നില്ല, സാംസ്കാരിക നായകന്മാരും പ്രതികരിക്കുന്നില്ല, ഒരു പട്ടികളും പ്രതികരിക്കുന്നില്ല. അത് ശരിയെന്ന് പറയുന്ന വ്യവസ്ഥയിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന യുവനിര അവരെയും ഇതിലടിമകളാക്കി മാറ്റുന്നു. സുഹൃത്തുക്കളെ, സഹായത്തിൽ ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ വൻ അപകടത്തിലേക്ക് പോകും. നമ്മൾ സാക്ഷരതയില്ല, ഒരുപാട് നേടി പ്രീഡിഗ്രി MA കുറഞ്ഞവനാരും ഒരു വീട്ടിലില്ല. അവനും ഇത് ചൂപ്പാൻ വേണ്ടി ചെന്ന് പൈസയ്ക്കും ഒരു കുപ്പി വൈകുന്നേരം ഒരു കുപ്പി മദ്യത്തിനും യുവസമൃദ്ധമായ ഭക്ഷണത്തിനും വേണ്ടി 2000 രൂപയ്ക്കും വേണ്ടി എംബോക്കി രാഷ്ട്രീയക്കാരന്മാർ, എല്ലാ രാഷ്ട്രീയക്കാരുമല്ല, സ്ഥാനാർത്ഥികളുടെ പുറകെ ഇത്തരം സാഹചര്യങ്ങൾ അംഗീകരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പുറകെ നടക്കുന്നുണ്ട്. ഈ സ്ഥാനാർത്ഥി ഇവിടെ നിന്ന് പണം ഉണ്ടാക്കിയെന്നുള്ള കാര്യം ഒന്ന് ചോദിക്കും സുഹൃത്തുക്കളെ, സഹാക്കളെ. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ ഒരു സംസ്ഥാന തലത്തിൽ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും നമ്മുടെ കണ്ണുമുമ്പിൽ അതുപോലെ ഈ മൈക്ക് സെറ്റ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷണർ മഹാദ്രോഹം ചെയ്തു. പാവപ്പെട്ടവൻ്റെ വേണ്ടി ഒരാൾ നിന്നാൽ അവനത് മത്സരിക്കാൻ ഒക്കില്ല. ഇനി സാധാരണ കൂലിപ്പണിക്കാരൻ്റെ ഒരു മോന് മത്സരിക്കാൻ ഒക്കില്ല. അവന് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വഴിയില്ല, കെട്ടിവയ്ക്കാൻ പൈസ ഇല്ലാത്തതിൽ വൻ ചാർജ് ചുമത്തിയിരിക്കുന്നു. ഇത് ചോദ്യം ചെയ്യാൻ ഇവിടുത്തെ പ്രതിപക്ഷമില്ല, ഭരണപക്ഷമില്ല. കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ ഘടകവും ഇതിനെക്കുറിച്ച് മിണ്ടുന്നില്ല, മൗനം ദീക്ഷിച്ചു. അവർ എന്താണ് നിലപാടെന്ന് അവർ തീരുമാനിക്കട്ടെ. എന്നാലും പുതിയ ആശയങ്ങളുമായി വരുമ്പോൾ അവരിതൊക്കെ പ്രതികരിക്കേണ്ടിയിരുന്നു. ഇതൊന്നും പ്രതികരിക്കുന്നില്ല. പോസ്റ്ററുകൾ, 10,000-കണക്കിന് പോസ്റ്ററുകൾ, ഫ്ലക്സുകൾ, 1000-കണക്കിന് ഫ്ലക്സുകളാണ്. ആഴ്ചതോറും ഫ്ലക്സ് വരും, ആഴ്ചതോറും പോസ്റ്റ് അടിക്കുന്നു. ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഈ വോട്ട് ചെയ്യാനുള്ള ഒരു പ്രചരണ മേഖലകളിൽ ഓട്ടോറിക്ഷ, സാധാരണക്കാരൻ ഓട്ടോറിക്ഷയിലുണ്ട്, പണം കെട്ടിപ്പോവും, ബോക്സും കെട്ടിപ്പോവും. ഒരു ചെറിയ തുകയ്ക്ക് കൊണ്ട് തോന്നുന്നു. പക്ഷെ ഇന്നതല്ല. ഒരു മൈക്ക് പ്രചാരണത്തിന് ഏകദേശം 1,50,000-ലധികം കവിയും. അതാണ് അവൻ്റെ ചാർജ്. ഇതാണ് ചാർജ്. ഇതെന്തിന് അനാവശ്യമായി ചാർജ് കൂട്ടിയെന്ന് ചോദിക്കാൻ ഞാൻ ഒന്നും പറയണില്ല. ഇലക്ഷൻ ഇപ്പം ഗവൺമെൻറ് അല്ല, ഇലക്ഷൻ കമ്മീഷണറാണ്. ഈ ഇലക്ഷൻ കമ്മീഷണർക്കെതിരെ ഈ ആഴ്ച കഴിയുമ്പോഴേക്കും കേസ് കൊടുക്കും ഞാൻ. ഇതൊക്കെ നിങ്ങൾ നിയന്ത്രിച്ചില്ല. ഇനി വരുന്ന ഒരു ഇലക്ഷൻ കമ്മീഷണർ ഇത് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ മുകളിലായിരിക്കും കൂട്ടുന്നത്. എന്തുവെന്ന് വെച്ചാലും സ്വതന്ത്ര മുന്നണി എന്ന പേരിൽ സംസ്ഥാന തലത്തിൽ ഇത്തരം വിപത്തുകളെക്കുറിച്ച് ആധികാരിക ജനങ്ങളോട് പറയുവാൻ ആലോചിക്കുക. അല്ല, വേറെ ഒരുത്തനുമില്ല, ഒരു രാഷ്ട്രീയക്കാരനുമില്ല, ഒരു സാംസ്കാരിക നായകളുമില്ല. ഒരു വേദി ഞങ്ങൾ ഒരുക്കുന്നുണ്ട്, സ്ഥിരം വേദി, പാവപ്പെട്ടവന് വേണ്ടി.
അവന് മത്സരിക്കുവാനുള്ള സാധ്യതകളെക്കുറിച്ച് ആരായാനും ചർച്ച ചെയ്യാനും വേണ്ടി സമൂഹത്തിൽ ഇന്ന് കിടക്കുന്ന ഈ വൻ വിപത്തുകൾ ഒരു പുത്തൻ തലമുറയെ മദ്യാസക്തിയിലേക്ക് നടത്തിവിടുന്ന രാഷ്ട്രീയ കോമാളികളുടെ മദ്യ ഒഴുക്കിനെതിരെ വോട്ട് കിട്ടാൻ ചോറും ആട്ടിറച്ചിയും കൊടുത്ത് രാവിലെയും വൈകുന്നേരം വരെ കൊണ്ട് സ്ഥിരം ഒരു സംവിധാനം. അതിനെതിരായി നമ്മുടെ കേരളത്തിലെ DGP എന്തെങ്കിലും വേണ്ടിയിട്ടുണ്ടോ? ഇലക്ഷൻ കമ്മീഷൻ വേണ്ടിയിട്ടുണ്ടല്ലോ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സുഹൃത്തുക്കളെ സഹാക്കളെ. ഒരു കൂടി പോയാൽ 2000 രൂപ കൊടുക്കുന്നു. അടുത്ത വർഷം ഇനിയൊരു 5 വർഷം കഴിയുമ്പോൾ 5000 ആവും. ഇപ്പോൾ ഒരു കുപ്പി മദ്യം കൊടുക്കുക, അത് 2 കുപ്പി മദ്യം കൊടുക്കും. ഈ ഒഴുക്കുന്ന പണങ്ങൾ എവിടെയാണെന്ന് അന്വേഷിക്കുവാനുള്ള ഒരു സംവിധാനം തോടുകൂടിയുള്ള ഒരു നടപടിയായിരിക്കണം വരുന്ന തിരഞ്ഞെടുപ്പ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സുഹൃത്തുക്കളെ. 2000 രൂപ തിരഞ്ഞെടുപ്പിൻ്റെ മറവിൽ സ്ഥാനാർത്ഥിയുടെ കൂടി പോയാൽ അവൻ പരിശുദ്ധനാണ്, ഏറ്റവും പരമകള്ളനായിരിക്കും സ്ഥാനാർത്ഥി. മറ്റവനാണ് മറിച്ചെന്ന് പറഞ്ഞ് യാന്തി വിടാൻ വേണ്ടിയാണ്. യാന്തി വിടായപ്പോൾ യാന്തി വിട എന്ന് പറയും പോലെ കുറേ കോടികളും പൊക്കി ഇവന്മാർ നടക്കും. അത്തരം അധാർമികമായ ചിന്താഗതികൾക്കെതിരെ മോശമായ പണം വാങ്ങിയാൽ ആഹാരം കിട്ടിയാൽ ഇങ്ങനെ പ്രചാരണ രംഗത്തെത്തുന്ന പരനാറികൾക്കെതിരെ ശക്തമായി ഗർജിക്കാനും അത് തെറ്റാണെന്ന് പറയുവാനുള്ള ഒരു ആർജവം അതിനു വേണ്ടിയാണ് സ്വതന്ത്ര മുന്നണി വരുന്ന ഏതാനും ആഴ്ചയ്ക്കുള്ളിൽ ഈ സംസ്ഥാനത്ത് രൂപം കൊള്ളാൻ പോകുന്നത്. സഹകരിക്കാവുന്ന എല്ലാവരും ഉൾക്കൊള്ളിക്കും. അല്ല, വേറെ ആരും പറയുന്നില്ല. മനസ്സാക്ഷി അവർക്കുണ്ടാകുന്നില്ല. വിദ്യാർത്ഥികളില്ല ഈ രംഗത്ത്. കഴിഞ്ഞ 30 വർഷങ്ങൾക്ക് മുമ്പ് 25 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പൈസയും ഇല്ലാതെ അന്തസ്സായി രാഷ്ട്രീയ പ്രവർത്തനത്തെ നേരിട്ട ഒട്ടേറെ ആളുകളുണ്ട്. ഇപ്പോൾ നേറ്റിങ്കര തന്നെ ഗോപാലകൃഷ്ണൻ നായർ, ഗമാലിയൽ MLA, അപ്പോൾ പരമേശ്വര പിള്ള, ഇവർക്ക് അന്തസ്സായ രീതിയിൽ ഉള്ള രീതിയിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി വിജയിച്ചു. ആ കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നേറ്റിങ്കര MLA ക്യാൻസർ പൈസ മുടക്കി അങ്ങനെയൊക്കെ മുടക്കാനുമില്ല കൊടുക്കാനുമില്ല അന്തസ്സായ രീതിയിൽ തിരഞ്ഞെടുപ്പ് വന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. കാലത്തിൻ്റെ കഥ പറയുന്ന ഇത്തരം സംഭവങ്ങൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു, നിർത്തുന്നു. വിപ്ലവാഭിവാദ്യങ്ങൾ. ഇൻകുലാബ് സിന്ദാബാദ്.